നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ 1ാം റാങ്ക് സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് കോഴിക്കോട്ട് പേരാമ്പ്രക്കാരിയായ ദീപ്നിയ. 1ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സ്വപ്നം സാക്ഷാത്കരിച്ച അഭിമാനമായിരിക്കുകയാണ് ഈ പെൺകുട്ടി. നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ 1ാം റാങ്കുകാരിയാണ് പേരാമ്പ്ര ആവളക്കാരിയായ ദീപ്നിയ. അഖിലേന്ത്യാ തലത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 18ാം സ്ഥാനം നേടി അഭിമാനമായിരിക്കുകയാണ് ഈ കോഴിക്കോട്ടുകാരി. 1ാം ക്ലാസ് മുതൽ +2 വരെ മലയാളം മീഡിയത്തിലായിരുന്നു പഠനം. പൊതുവിദ്യാലയത്തിന്റെ തണലിൽ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ദീപ്നിയ. ഒരുപാട് സന്തോഷം. ഇത്രയും കാലം സപ്പോർട്ടായിട്ട് കൂടെ നിന്ന അധ്യാപകർക്കും പാരൻസിനും ഒക്കെ നന്ദിയുണ്ട്. 1ാം ക്ലാസ് മുതലേ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പഠിച്ചൊരു കുട്ടിക്കും ഇങ്ങനത്തെ നേട്ടങ്ങളൊന്നും എത്താൻ പറ്റാത്തതല്ല എന്നുള്ള മിഥ്യാധാരണകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെ പഠിച്ചാലും നമ്മുടെ ഹാർഡ് വർക്കും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാൻ കഴിയും. ആവള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ പള്ളിക്കൽ മീത്തൽ ദിനേശിന്റെയും ബിജിയുടെയും മകളാണ് ദീപ്നിയ. പൊതുവിദ്യാലയത്തിൽ മാത്രം പഠിപ്പിക്കുമെന്ന അച്ഛന്റെ ശാഠ്യത്തിനു കൂടി കരുത്തു പകരുന്നതാണ് ഈ റിസൾട്ട്. മകളെ ഇതുവരെ പഠിപ്പിച്ചത് പൊതുവിദ്യാലയത്തിലാണ്. അംഗൻവാടി മുതൽ 10ാം ക്ലാസ് വരെ മലയാളം തന്നെയാണ് പഠിച്ചത്. ബ്രില്യൻ്റ് പലയുടെ കോഴിക്കോട് സെൻട്രൽ നിന്ന് പരിശീലനത്തിനും പോയിരുന്നു. അവരെല്ലാം നല്ല സപ്പോർട്ടാണ് സമൂഹത്തിൽ നിന്നും, അവള പ്രദേശത്തു നിന്നായാലും സ്കൂളിൽ നിന്നായാലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാം നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് മകളെയും പഠിപ്പിച്ചത്. അതും ഒരു അഭിമാനമാണ്. പ്രത്യേകിച്ച് മലയാളം മീഡിയം പഠിച്ച കുട്ടി LKG UKG പകരം അംഗൻവാടിയാണ് തുടങ്ങിയ വിദ്യാഭ്യാസം. പിന്നെ കോവിഡ് കാലത്തുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിട്ട് അതിനൊക്കെ തരണം ചെയ്തിട്ട് നല്ല നിലയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതിൽ വളരെ അഭിമാനമുണ്ട്. ആവള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം ഉപന്യാസ രചനയിൽ A ഗ്രേഡ് സ്വന്തമാക്കിയിരുന്നു ദീപ്നിയ. പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് കാട്ടി. പൊതുവിദ്യാലയങ്ങൾക്കെതിരെ ഇക്കാലത്തും ചിലർ നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾക്കുള്ള മധുരിക്കുന്ന ഉത്തരം കൂടിയാവുകയാണ് ദീപ്നിയയുടെ ഈ വിജയം. കൈരളി ന്യൂസ്, കോഴിക്കോട്.